ഈ ചോദ്യം അറിയാതെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ചോദ്യം ഏതാണെന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും ഞാൻ പറയാം. എങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളൊരു അത്ഭുതം കാണുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ ചോദ്യം, ഇത് എങ്ങനെ നടക്കും? ഞാൻ വിചാരിച്ചാൽ ഇത് സാധ്യമാണോ? ഞാൻ കൂട്ടിയാൽ ഇത് കൂടുമോ? ചോദ്യം ഒരുപക്ഷെ നിങ്ങളോട് തന്നെ ചോദിക്കുന്നതായിരിക്കാം, സാഹചര്യങ്ങൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനിലൂടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങളിലൂടെ, ഇങ്ങനെ പല നിലകളിൽ. ഈ ചോദ്യത്തിന് പിന്നിൽ, നിങ്ങൾ ദൈവസന്നിധിയിലാണെങ്കിൽ, നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ, ഈ ചോദ്യത്തിന് പിന്നിൽ യേശുവാണ്. ആമേൻ. നോക്കൂ, ചോദ്യം വാക്യത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ യേശു ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഫിലിപ്പോസിനെ അടുത്ത് വിളിച്ചിട്ട്. അപ്പോൾ ഫിലിപ്പോസ് മറ്റ് ശിഷ്യന്മാർക്കൊപ്പമാണ് നിൽക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോളണേ. അപ്പോൾ യേശു ഫിലിപ്പോസിനെ അടുത്ത് വിളിച്ചു. ഫിലിപ്പോസിന് സന്തോഷം, അയ്യോടതാ യേശു എന്നെ വിളിക്കുന്നേ, കണ്ടാടാ യോഹന്നാനെ, നീ നെഞ്ചത്ത് ചാരി കിടന്നിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ യേശു അടുത്ത് വിളിച്ചു. ഫിലിപ്പോസ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്, മറ്റുള്ളവരൊക്കെ അസൂയോടെ നോക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ചോദ്യം, ഫിലിപ്പോസേ ഈ ആൾക്കൂട്ടത്തെ കണ്ടോ? പിന്നെ കണ്ടില്ലേ യേശുവേ, ഞങ്ങളല്ലേ ഇവരെവിടെ കൊണ്ടുവന്നേ, ഞങ്ങളുടെ ടീം വർക്കാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാടാണ്, അതിൻ്റെ റിസൾട്ടാണ് ഇത്രയും പേര് വന്നു കൂടിയത്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അന്നും ഇന്നും യേശുവിൻ്റെ അടുക്കലേക്ക് അനേകരെ എത്തിക്കുവാൻ ഒരു കൂട്ടത്തിൽ യേശുവിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. നമ്മളും അങ്ങനെ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് അനേകരെ എത്തിക്കുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി. നിങ്ങളുടെയും. അപ്പം നിങ്ങളൊരു പക്ഷേ പറയും, പാസ്റ്റർ എനിക്കല്ലാതെ തന്നെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ നിറവേറപ്പെടുന്നത് നിങ്ങളിലൂടെ അനേകർ യേശുവിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. അത് മറന്നു പോകരുത്. യേശുവിലേക്ക് നിങ്ങളിലൂടെ അനേകർ എത്തുവാനുള്ളൊരു സാഹചര്യമില്ലെങ്കിൽ നിങ്ങളൊന്നും പ്രാപിക്കത്തില്ല. ദൈവത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രാപിക്കുന്നവരായി മാറണം. മൈ ഡിയർ ഫാമിലി, നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറണം. ക്രൈസ്റ്റ് കുടുംബമേ, അതുകൊണ്ട് പറയണം, ആമേൻ, എന്നിലൂടെ, ഞാൻ പ്രാപിക്കുന്നതിലൂടെ കർത്താവിൻ്റെ നാമം ഉയരും. അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം ഉയരാത്ത ഒരു സംഭവം എനിക്ക് വേണ്ട. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഫിലിപ്പോസ് അടുത്ത് പോയി യേശു ചോദിക്കുകയാണ്, ഫിലിപ്പോസേ ഈ ആൾക്കൂട്ടം ഇവർക്ക് വല്ലതും കൊടുക്കണ്ടേടാ? ഫിലിപ്പോസിൻ്റെ കണ്ണ് തള്ളി. ഇപ്പം എന്നെ കൊണ്ട് കൂട്ടിയാക്കും. അതാണ് ചോദ്യം, മനസ്സിലായില്ലേ? ഈ ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇത് യേശുവിൻ്റെ ആവശ്യമാണോ ഫിലിപ്പോസിൻ്റെ ആവശ്യമാണോ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളോടൊരാൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അവസ്ഥ മാറുമെന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, മാറിയില്ല. നിങ്ങൾ കുറ്റം പറയുന്നതോ തെറി വിളിക്കുന്നതോ യേശുവിനെ ആയിരിക്കുമോ, പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളിനെ ആയിരിക്കുമോ? ഞങ്ങൾക്ക് അനുഭവമുണ്ട്, നമ്മളെ തന്നെ. കാരണം മനുഷ്യൻ എപ്പോഴും മുമ്പ് നിൽക്കുന്ന ആളെയാണ് ഒരിതായിട്ട് കാണുന്നത്. അപ്പോൾ ശിഷ്യന്മാരാണ് അവരെല്ലാം കാണുന്നത്. ശിഷ്യന്മാരാണ് അവരെ വിളിച്ച് അറേഞ്ച് ചെയ്തൊക്കെ ഇരുത്തുന്നതും നിർത്തുന്നതുമെല്ലാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഭൂതഗ്രസ്തനായ മകൻ്റെ അപ്പൻ ശിഷ്യന്മാരോടാണ് ആദ്യം പറയുന്നത്, ഇവരെ എൻ്റെ മകനെ സൗഖ്യമാക്കണമെന്ന്. അപ്പോൾ ശിഷ്യന്മാരാണ് ഏറ്റവും അടുത്തുള്ളത്. അപ്പോൾ ശിഷ്യന്മാരുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്, നിൻ്റെ ഉത്തരവാദിത്തമാണ്, നിൻ്റെ ആവശ്യമാണ് പലതും ചെയ്യേണ്ടത്, നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് കൊടുക്കേണ്ടതും. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫീസ് മക്കൾ നിന്നോടെ ചോദിക്കത്തുള്ളൂ. കല്യാണത്തിന് പോകണം, ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് ഭാര്യ നിന്നോടെ പറയത്തുള്ളൂ. ലോൺ അടയ്ക്കാൻ EMI മുടങ്ങുമ്പോഴത്തേക്ക് ബാങ്കുകാർ നിന്നോടെ ചോദിക്കത്തുള്ളൂ. എല്ലാവരും ചോദിക്കുന്നത് നിന്നോടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തോടൊന്നും ആരും ചോദിക്കത്തില്ല, നിങ്ങളോട് ചോദിക്കത്തില്ല. അപ്പം നിങ്ങളാണത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെയാണ് ആ ചോദ്യം വരുന്നത്, എങ്ങനെ? അപ്പോൾ ഈ ചോദ്യം ഉണ്ടാകുമ്പം ലോക മനുഷ്യനെന്ത് ചെയ്യും? പലരും പറയും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ചത്തകളയാം, അല്ലെങ്കിൽ വേറെ വഴിക്കങ്ങ് പോകും. 1000 രൂപ കൊടുക്കാണ്ടോ, 200 രൂപയുള്ളൂ. ലോക മനുഷ്യനെന്ത് ചെയ്യും? 1000 രൂപ കൊടുക്കാൻ പറ്റില്ല, 200 രൂപ കൊണ്ട് വെള്ളം അടിച്ചിട്ട് എവിടെയെങ്കിലും ബോധമില്ലാതെ കിടക്കും. എന്നിട്ട് ആ വിഴുന്ന് കിടക്കുന്ന കിടപ്പിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഭാര്യയും ബന്ധുക്കളും കൂടെ ചേർന്ന് കടം വാങ്ങിച്ച് വീണുപോയില്ലേ, അവിടെ നിന്ന് എഴുതി വെച്ച് കൊണ്ടുവരണ്ടേ?
സ്വബോധമുള്ളവരാണെങ്കിൽ, സാധാരണ മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? 200 രൂപ കൈ കൊടുത്തിട്ട് ബാക്കി 800 തരാമേ, ഒന്ന് ക്ഷമിക്കുക, ഒരു അവസരം കൂടെ താ എന്ന് പറയും. ഇത് 2 ലോക മനുഷ്യൻ്റെ കാര്യമാണ്. ഇനി ഒരു ഭക്തനാണെങ്കിൽ ഇത് ചോദ്യം കേൾക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവർ യേശുവിലേക്ക് നോക്കും. ആമേൻ. നിങ്ങൾ ആ ചോദ്യം കേൾക്കുന്നുണ്ട്. യേശുവിലേക്ക് നോക്കാൻ സമയമായി. വീണ്ടും ഞാൻ പറഞ്ഞുതരാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ അസ്ഥിതാഴ്വയിൽ കൊണ്ട് നിർത്തിയിട്ട് യെഹെസ്കേലിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചക, ഈ അസ്ഥികൾ ജീവിപ്പിക്കുമോ? പ്രവാചകൻ നൈസായിട്ട് പറയുക, എൻ്റെ അവിടെ ചോദിച്ചിട്ട് എന്തായാലും നിനക്കറിയാം, അതെനിക്കും അറിയാം. ആമേൻ. അസ്ഥി ജീവിക്കുമെന്ന് നിനക്കറിയാം, അതെനിക്കും അറിയാം, കാരണം നീ എൻ്റെ കൂടെയുണ്ട്. ഓ സ്തോത്രം. ആമേൻ. അപ്പോൾ നോക്കിയേ, ആ ചോദ്യം അത് അത്ഭുതത്തിൻ്റെ തുടക്കമാണ്. ആ ചോദ്യം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ചെയ്യേണ്ടത് യേശു അവനിലൂടെ ചെയ്തു. 6:5 അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 6:10 കേട്ടോ. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. അപ്പോൾ ഇരുത്തുന്നവർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഇരുത്തുന്നവർക്കാണ്. വിളിച്ചുകൊണ്ട് പോകുന്നവർക്കാണല്ലോ ഉത്തരവാദിത്വം. ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ എഴുത്തൊന്നുമില്ല. നിങ്ങൾ പ്രാപിച്ചിട്ടല്ലാതെ മടങ്ങത്തില്ല. നിങ്ങൾ പ്രൈസ് ചർച്ച് ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ, മൈ ഡിയർ ഫാമിലി, നിങ്ങൾ നിശ്ചയമായും പ്രാപിക്കും. നമ്മൾ പ്രാപിക്കും. സ്തോത്രം. ഈ പ്രാർത്ഥന ഉപവാസമൊക്കെ അതിന് വെറുതെ പറയുക മാത്രമല്ല. പ്രൈസ് ഫാമിലിക്കൊപ്പമുള്ളവർക്ക് അറിയാം, പ്രാർത്ഥന, ഉപവാസം അത് നിങ്ങളെ നിശ്ചയമായും പ്രാപിക്കുന്നവരാക്കി മാറ്റും. അപ്പോൾ ഇരുത്തി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളിൽ നിന്ന് ഒപ്പമുള്ളവർക്ക് ലഭിക്കേണ്ടത്, സഹോദരി നിന്നിൽ നിന്ന് നിൻ്റെ ഭർത്താവിന്, കുടുംബത്തിന് ലഭിക്കേണ്ടത്, മക്കളെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ലഭിക്കേണ്ടത്, സഹോദര നിന്നിലൂടെ നിൻ്റെ കുടുംബത്തിന് ലഭിക്കേണ്ടത്, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ബന്ധുക്കൾക്ക്, ചാർച്ചക്കാർക്ക്, ശുശ്രൂഷകർ നിന്നിലൂടെ നിൻ്റെ സഭയ്ക്ക് ലഭിക്കേണ്ടത്. യെസ്, ആമേൻ. അത് യേശു ഫിലിപ്പോസിനെ മുൻനിർത്തി ചെയ്തു. ഫിലിപ്പോസിലൂടെ ജനത്തിന് കിട്ടേണ്ടത് ഫിലിപ്പോസിനെ മുൻനിർത്തി യേശു ചെയ്തു. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കിട്ടേണ്ടത് നിങ്ങളെ മുൻനിർത്തി യേശു ചെയ്യും. ഒപ്പമുള്ളവർക്ക് തൃപ്തി വരുത്തും. അവർ ചോദിക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ ആഗ്രഹം എന്താണോ അത് നിവർത്തിച്ചു കൊടുക്കുവാനുള്ളത് എൻ്റെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരും. ഓഹ് ആമേൻ. എനിക്കറിയത്തില്ല, ആ ഒഴിഞ്ഞ കൈ എൻ്റെ കർത്താവ് നിറയ്ക്കുവാൻ പോകുക. ബ്രദർ, പ്രാർത്ഥിച്ചു തുടങ്ങും. എൻ്റെ അക്കൗണ്ടിൻ്റെ ശൂന്യത കർത്താവ് മാറ്റുവാൻ പോകുക. ഫീസ് അടയ്ക്കണം, ലോൺ അടയ്ക്കണം, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സിസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവ് പ്രവർത്തിക്കുക. ഉഷബർ വിധളമ ഷേഖന. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. മക്കളെ, കർത്താവ് അത് ചെയ്യുക. എൻ്റെ കർത്താവ് അത് ചെയ്യും. നോക്കൂ, അത് ചെയ്യാൻ മാത്രമുള്ളതൊന്നും അപ്പോൾ കണ്ടെത്താൻ ഫിലിപ്പോസിന് പറ്റുന്നില്ല. അവിടെ എന്തുണ്ട്? 5 യവത്തപ്പമുണ്ട്, 2 മീനുമുണ്ട്. അത് വച്ചിട്ട് ഒന്നും നടക്കത്തില്ല. ആ നക്കാപ്പിച്ച വെച്ചിട്ട് അല്പം വെച്ചിട്ട് ഫിലിപ്പോസിനൊന്നും പറ്റത്തില്ല, പക്ഷേ യേശുവിന് പറ്റും. നിങ്ങളെ അലോസരപ്പെടുത്തുന്ന അല്പത്തെ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. എന്തുണ്ട്? യേശുവിൻ്റെ കൈയിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ റെഡിയാണോ? തൃപ്തി വരുവാൻ പോകുക. നിങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് വിധത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. റെഡിയാണോ? പാസ്റ്റർ, ഇതെങ്ങനെ സംഭവിക്കും? നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ശക്തിയേറിയ കൂട്ടായ്മയിലൂടെ, ഉപവാസത്തിലൂടെ. കൂട്ടായ്മയും പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ട്. പ്രഷർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം. ശക്തിയേറിയ ഉപവാസ പ്രാർത്ഥന. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുമെന്ന്. അവരുടെ മുമ്പിൽ കൈകെട്ടി തലമുനിച്ച് നിൽക്കുവാൻ എൻ്റെ യേശോപ്പാൻ അനുവദിക്കത്തില്ല. പിന്നെ എല്ലാ ദിവസങ്ങളിലും പ്രഷർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവുണ്ട്. ലൈവ് നിങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുണ്ട്. ജോയിൻ ചെയ്തിട്ട് കൂടെ കുടിക്കും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിംഗ് ഉണ്ട്. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവുണ്ട്. ജോയിൻ ചെയ്യുക.
ഞായറാഴ്ച സവാരാധന 10 മണി മുതൽ എവിടെ വെച്ചു? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നാൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും കേട്ടോ. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുവാനും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാനും വിളിക്കുന്ന കാര്യവും മറക്കണ്ട. കണ്ണടച്ച വിശ്വസ്ത കർത്താവെ നല്ലതും അടിയൊരുപ്പമായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ പ്രയോജനപ്പെടുത്തില്ല, എനിക്കൊന്നുമാകുവാൻ കഴിയത്തില്ല എങ്ങനെയെന്ന ചോദ്യങ്ങളുമായിരിക്കുന്നവർ സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുക. ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. ഇവരുടെ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ, അല്പം വർദ്ധിച്ചു വരട്ടെ, തൊഴിലിടത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടാകട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. ദീർഘനാളുകളായുള്ള കാത്തിരിപ്പിന് സ്വർഗ്ഗമങ്ങ് അറുതി വരുത്തണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് അങ്ങയുടെ നാമത്തിൽ ഉയർത്തട്ടെ. വഴി തുറക്കപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ എല്ലാ ബിസിനസ് മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധങ്ങളുമായിട്ട് ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. തലമുറകൾ അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾക്ക് അറുതി വരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ മക്കൾക്കുണ്ടാകട്ടെ. പഠന നിലവാരം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ആത്മീയ ഭൗതിക ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ ആ വിസ വരട്ടെ. ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ അത്ഭുതങ്ങൾക്കായി ഇവരങ്ങ് ഒരുക്കിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തണം. മെസ്സേജൊക്കെ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നാൽ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതൊരിക്കലും പ്രിയർ ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.